മക്കളെ, വെൽക്കം ബാക്ക് ടു സാലം ലേണിംഗ്. നമ്മുടെ ബയോളജിയിലെ 20 മാർക്ക് മേടിക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ അതിലേക്ക് നമുക്ക് വേണ്ട ഇമ്പോർട്ടന്റ് 3-4 ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്യാനാണ് മിസ് വന്നിട്ടുള്ളത്. 2 മാർക്കിനും 3 മാർക്കിനും അതുപോലെ തന്നെ 1 മാർക്കിനും ചോദ്യങ്ങളാണ് നമുക്ക് പരീക്ഷയിൽ വരിക. അപ്പൊ ഏതൊക്കെയാണ് ഇമ്പോർട്ടന്റ് ടോപ്പിക്സ് ഒന്നാമത്തെ ചാപ്റ്ററിൽ പഠിക്കേണ്ടതെന്ന് നോക്കിയാലോ. സോ നേരെ തന്നെ ചോദ്യങ്ങളിലേക്ക് പോകാം. സോ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണാൻ മറക്കണ്ട. ഇപ്പോൾ നമ്മുടെ ഫ്രീഡം ഓഫർ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എത്രയും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ ഈ ഒരു ഫ്രീഡം ഓഫർ പ്രകാരം നിങ്ങൾക്ക് 10% ആണ് ഓഫർ കിട്ടുന്നത്. അതുകൊണ്ട് കൂപ്പൺ കോഡ് ഉപയോഗിച്ച് നമ്മുടെ യോദ്ധ ബാച്ചിലേക്ക് വേഗം തന്നെ ജോയിൻ ചെയ്തോളൂ. സോ ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഐഡന്റിഫൈ ദ അഗ്രികൾച്ചർ മെത്തേഡ് ഹെൽപ് ടു ഓവർകം സ്പേസ് കോൺസ്ട്രെയിൻസ് ബൈ ഗ്രോയിങ് ക്രോപ്പ് ഇൻ വെർട്ടിക്കലി സ്റ്റാക്ഡ് ലെയർ. സ്ഥലപരിമിതി മറികടക്കാൻ സഹായിക്കുന്ന കാർഷിക രീതി തിരിച്ചറിയുക. അതിന് ലംബമായി ഒടുക്കിയ പാളികളുടെ വിളകൾ വളർത്തുന്ന രീതിയാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്, അല്ലെ? അപ്പൊ നമുക്കറിയാം ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഏതാണ്? വെർട്ടിക്കൽ ഫാമിംഗ് ആണ്. വെർട്ടിക്കൽ ഫാമിംഗ് വഴി നമുക്കിങ്ങനെ ലംബമായിട്ട് എന്ത് ചെയ്യാം? ചെടികളെ അറേഞ്ച് ചെയ്ത് വളർത്താൻ പറ്റും. വെർട്ടിക്കൽ ഫാമിംഗ് ആണ് സ്ഥലപരിമിതിന്റെ ആ ഒരു പ്രശ്നത്തെ പരിഹരിക്കാൻ ഏറ്റവും നല്ല മാർഗം. ഇനിയോ, vertical farming involve growing crops in vertically stacked layer, making it ideal for overcoming space constraint, especially in urban areas. അതായത് സ്ഥലപരിമിതിയുള്ള സ്ഥലത്ത്, കൂടുതലായിട്ടും ടൗൺ ഏരിയയിലൊക്കെ ജീവിക്കുന്ന, നഗരങ്ങളിലൊക്കെ ജീവിക്കുന്നവർക്ക് സ്ഥലപരിമിതി ഉണ്ടാകും. അപ്പൊ ആ സമയത്ത് നല്ല രീതിയിൽ ചെറിയ ചെറിയ കുപ്പികൾ വെച്ചിട്ടൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? അടുക്കി ലെയർ വെച്ചിട്ട് ചെടികളെ വളർത്താൻ പറ്റും. അപ്പൊ സ്ഥലപരിമിതി, അതുപോലെ തന്നെ വെള്ളത്തിന്റെ ഉപയോഗം ഒക്കെ എന്താണ് നമുക്ക് കുറയ്ക്കാൻ പറ്റും. അപ്പൊ ഇതാണ് വെർട്ടിക്കൽ ഫാമിംഗ്, ഓർത്ത് വെക്കാം. രണ്ടാമത്തെ ചോദ്യം, വാട്ട് ഇസ് എ GM crop? എന്താണ് GM വിള എന്നാണ് ചോദ്യം. എന്താ മക്കളെ GM crop എന്ന് പറഞ്ഞാൽ? A GM crop is a plant whose genetic constitution has been altered through genetic engineering to incorporate a new trait. അതായത് പുതിയ സ്വഭാവ സവിശേഷതകൾ ഉൾപ്പെടുത്തുന്നതിനായി ജനിതക എഞ്ചിനീയറിംഗ് വഴി ജനിതക ഘടനയിൽ മാറ്റം വരുത്തിയ ഒരു സസ്യമാണിത് GM വിള എന്ന് പറയുന്നത്. അപ്പം ജീനുകളിൽ, ആ ചെടിയുടെ ജീനുകളിൽ നമ്മൾ മാറ്റങ്ങൾ വരുത്തുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? GM വിള അല്ലെങ്കിൽ ജനറ്റിക് മോഡിഫൈഡ് ക്രോപ്സ്, GM ക്രോപ്സ് എന്ന് പറയുന്നത്. ഇനി give an example for GM crop and its modified trait. Cotton plant resistant to pest attack. നമ്മുടെ ഒരു പ്രധാനപ്പെട്ട എക്സാമ്പിൾ ആണ് GM കോട്ടൺ എന്ന് പറയുന്നത്. ഈ പറയുന്ന കീടങ്ങളിൽ നിന്നും എന്താണ് ഒരു റെസിസ്റ്റന്റ് കപ്പാസിറ്റി, കീടങ്ങളിൽ നിന്നും രക്ഷ നേടാൻ കഴിഞ്ഞ ഒരെണ്ണമാണെന്ത് നമ്മുടെ GM ക്രോപ്പായിട്ടുള്ള കോട്ടൺ അല്ലെങ്കിൽ പരുത്തി എന്ന് പറയുന്നത്. ഇനി GM ക്രോപ്സിന്റെ why do some people believe GM crops may pose a threat to indigenous species? ചില ആളുകൾ GM വിളകൾ തദ്ദേശ ജീവികൾക്ക് ഭീഷണിയാകുമെന്ന് വിശ്വസിക്കുന്നത് എന്തുകൊണ്ടാണ് എന്നാണ് ചോദ്യം. എന്തുകൊണ്ടാ? കാരണം ജൈവ വൈവിധ്യത്തെ കുറിക്കുന്നതിനോ ആവാസ വ്യവസ്ഥയെ തകർക്കുന്ന സ്വഭാവ സവിശേഷതകൾ അവതരിപ്പിക്കുന്നതിനോ സാധ്യത ഉള്ളതിനാലാണ് GM വിളകൾ തദ്ദേശ ജീവിവർഗങ്ങളുമായി സങ്കര പ്രജനനം നടത്തിയേക്കാം എന്ന് പറയുന്നത്. അതായത് നമുക്കറിയാം GM ക്രോപ്പ് എന്ന് പറഞ്ഞാൽ ജീനിൽ ചേഞ്ച് വരും. അത് ചിലപ്പോൾ എന്ത് സംഭവിക്കും? മറ്റു ചെടികളെ ബാധിക്കാം. അതുപോലെ തന്നെ എന്ത് ചെയ്യും? നമ്മുടെ നാട്ടിനങ്ങളുമായിട്ട് ക്രോസ് ബ്രീഡിംഗ് ഒക്കെ നടത്തി അതിന് പല ദോഷങ്ങൾ സംഭവിച്ചേക്കാം എന്നതുകൊണ്ടാണ് GM വിളകൾ ഉണ്ടാക്കുന്നതിന് ചില ആൾക്കാർ എന്ത് ചെയ്യുന്നത്? നമ്മുടെ ഇൻഡിജിനസ് സ്പീഷീസിന് അത് ബാധകമാവാം, എന്തെങ്കിലും പ്രശ്നം വരുമെന്ന് പറയാനുള്ള കാരണം. ക്ലിയർ ആയല്ലോ? ഇനി അടുത്ത ചോദ്യം നോക്കിക്കേ. What is the name of technique used to produce large number of plants with characteristics of parent plant by growing tissues in nutrient medium? ഇവിടെ പറയുന്നത് എന്താ? ഒരു പോഷക മാധ്യമത്തിൽ കലകൾ വളർത്തി മാതൃസസ്യത്തിന്റെ സ്വഭാവ സവിശേഷതകളുള്ള ധാരാളം സസ്യങ്ങൾ ഉത്പാദിപ്പിക്കാൻ ഉപയോഗിക്കുന്ന സാങ്കേതിക വിദ്യയുടെ പേരെന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇതിനെ നമ്മൾ പറയുന്നത് ടിഷ്യൂ കൾച്ചർ എന്നാണ്. അതായത് ചെറിയ ഒരു ലാബ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? ചെറിയൊരു ടിഷ്യൂ ഉപയോഗിച്ച് വലിയ പ്ലാന്റ്സിനെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഓർത്ത് വെക്കുക, നമ്മളൊരു ന്യൂട്രിയൻ മീഡിയത്തിന്റെ ഉള്ളിലാണ് ചെടികളെ വളർത്തിയെടുക്കുന്നത്. അവർക്ക് വേണ്ട പോഷണമൊക്കെ കൊടുത്ത് അവരെ നമുക്ക് വളർത്തിക്കൊണ്ടുവരാൻ പറ്റും. സോ ഒരു പോഷക മാധ്യമത്തിൽ കലകൾ വളർത്തി മാതൃസസ്യത്തിന്റെ സ്വഭാവ സവിശേഷം, അപ്പം നമ്മൾ ഏത് കലയാണോ എടുത്ത് അതിന്റെ മാതൃസസ്യവുമായിട്ട് നല്ല രീതിയിൽ ബന്ധമുള്ള അതിന്റെ എക്സാക്ട് കോപ്പിയാണ് എന്ത് ചെയ്യുന്നത്? അതിൽ നിന്നും നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്നത്. ഇത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്, മറന്നു പോവുകയേ ചെയ്യരുത്. ഇനി അടുത്ത ചോദ്യം എന്താ? ടിഷ്യൂ കൾച്ചർ involve growing plant tissues in nutrient medium to produce sapling with characteristic of parent plant. മാതൃസസ്യത്തിന്റെ അതേ സ്വഭാവ ഗുണമുള്ള ചെടിയാണ് നമുക്ക് ടിഷ്യൂ കൾച്ചർ വഴി ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നത്. അപ്പൊ അത് മറക്കരുത് കേട്ടോ, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. സോ ഇത്രയും ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്ത് ഒന്നാം ചാപ്റ്ററിൽ നിന്നും ഏകദേശം 10 മാർക്കിനധികം ചോദ്യങ്ങൾ വരുന്നതാണ്. പ്രധാനപ്പെട്ട പോയിന്റുകൾ പഠിച്ചു വെക്കുക. ഇത് കൂടാതെ തന്നെ നമുക്ക് എന്താണ് കർഷകർ ഫേസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു പുതിയ വെഞ്ചർ തുടങ്ങുന്ന കർഷകരുണ്ടെങ്കിൽ അവരെ സപ്പോർട്ട് ചെയ്യാൻ നമുക്ക് ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് എന്തൊക്കെ സഹായങ്ങൾ, എന്തൊക്കെ ഹെൽപ്പിംഗ് സിസ്റ്റംസ് ഉണ്ട്, അത് നിങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. അപ്പൊ നേരത്തെ പറഞ്ഞ കാര്യം മറക്കണ്ട, ഫ്രീഡം ഓഫർ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എത്രയും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. റിവിഷൻ ക്ലാസ്സുകളും മോഡൽ എക്സാംസ് ഒക്കെ വെയിറ്റ് ചെയ്ത് യോദ്ധ ബാച്ച് ഉണ്ട്. സോ സീ യു സൂൺ. ബൈ.